ഇതൊരു നടനല്ല, വെറും ഒരു അബദ്ധമാണ്. ഇയാൾക്ക് അഭിനയിക്കാൻ ഒട്ടും അറിയില്ല. 1997 നേർക്കുനേർ എന്ന തന്റെ ഡെബ്യൂ മൂവിയിൽ സൂര്യക്ക് നേരെ ഉയർന്നത് വലിയൊരു ക്രിറ്റിസിസം ആയിരുന്നു. ആരും തള്ളിക്കളഞ്ഞ ഒരു നടന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പരിഹാസം. ബട്ട് ഹി ഡിഡ്ന്റ് ഗിവ് അപ്പ്. പിന്നീട് കണ്ടത് തമിഴകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ ഒരു മാസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. 2001 നന്ദയിലൂടെ താൻ വെറും ഒരു തുടക്കക്കാരനല്ല, മറിച്ച് അഭിനയത്തിന്റെ പുത്തൻ തലങ്ങൾ തേടുന്ന ഒരു ഇന്റൻസ് ആക്ടറാണെന്ന് അദ്ദേഹം തെളിയിച്ചു. കാക്കയിലെ ആ അച്ചടക്കമുള്ള പോലീസ് ഓഫീസറിൽ നിന്നും പിതാമകനിലെ വാക്കുകൾക്ക് കടിഞ്ഞാണില്ലാത്ത ആ മുരടൻ കഥാപാത്രത്തിലേക്കുള്ള ദൂരം സൂര്യ എന്ന നടന്റെ കൺസിസ്റ്റൻസിയുടെ തെളിവായിരുന്നു. ഇറ്റ് വാസ് എ കംപ്ലീറ്റ് 360 ഡിഗ്രി ക്യാരക്ടർ ഷിഫ്റ്റ്. പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് വമ്പൻ വിജയങ്ങളുടെ ഒരു നീണ്ട നിരയാണ്. മൗനം പേശിയാതെ, ഗജനി, വാരണമായിരം, അയൻ, സിംഗം, ഓരോ സിനിമയും സൂര്യ എന്ന നടന്റെ വേഴ്സറ്റാലിറ്റി വിളിച്ചോതുന്നതായിരുന്നു. താൻ ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയും തന്റെ ശരീരവും മനസ്സും സമർപ്പിക്കാൻ തയ്യാറായ ഇൻഡസ്ട്രിയിലെ ഫ്യൂ ഇൻഡിവിജ്വൽസിൽ ഒരാൾ. ഹീസ് എ ട്രൂ പെർഫോമർ നോ മാറ്റർ വാട്ട്. സൂര്യ എന്ന നടനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്നത് സൂര്യ എന്ന ഹ്യൂമൻ ബീയിനെയാണ്. അഗരം ഫൗണ്ടേഷൻ വഴി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട അനേകം കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ അദ്ദേഹം ചാരിറ്റി എന്നത് വെറും ഒരു കോസിന് വേണ്ടി ചെയ്യുന്നതല്ല, മറിച്ച് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് നമുക്ക് കാണിച്ചു തന്ന മനുഷ്യൻ. 51 കുട്ടികളെ ഈ അടുത്ത് ഡോക്ടർമാരാക്കി മാറ്റിയപ്പോൾ അദ്ദേഹം മാറ്റിയത് ആ കുട്ടികളുടെ ജീവിതം മാത്രമല്ല, അവരുടെ കുടുംബങ്ങളുടെയും ഈ സമൂഹത്തിന്റെയും ഫ്യൂച്ചർ കൂടിയാണ്. യെസ്, ഹീസ് ആക്ച്വലി ബ്രിങ്ങിങ് എ ചേഞ്ച്. ഇനി എത്ര മോശം പടം വന്നാലും നമുക്ക് ഈ മനുഷ്യനെ വെറുക്കാൻ പറ്റില്ല. വി കാൺട്ട് ഹേറ്റ് ദിസ് മാൻ. സൂര്യ എന്ന നടനോടുള്ള റെസ്പെക്ട് നമുക്ക് ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ചിലർ തോൽക്കാറുണ്ട്, പക്ഷെ ആ തോൽവിക്കപ്പുറം അവർ ജയിച്ചാല് നമ്മൾ കൂടി ജയിച്ച ഒരു ഫീലാണ്. ദാറ്റ് ഈസ് ഹൗ ദ സക്സസ് ഓഫ് കറുപ്പ് ഫീൽസ് ടു എവ്രിവൺ. തോൽവികളെ ചവിട്ടുപടികളാക്കി മുന്നോട്ട് കുതിക്കുന്ന ആ മനോഭാവം, ദാറ്റ് ഈസ് ദ സക്സസ് ഓഫ് സൂര്യ, നമ്മുടെ സ്വന്തം നടിപ്പിൻ നായകൻ.